ഹലോ, നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്ന ഒരു 5:45 ടൈമിലാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് ദിവസത്തിലുള്ള എൻ്റെ ഒരു റുട്ടീനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. കാരണം എൻ്റെ അമ്മയും അനിയനും വർക്കിംഗ് ആണ്. അവരൊരു 8 മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ എനിക്ക് അതിന് മുന്നേ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്തിടണം. കാരണം ഉണ്ണി നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവർ പോണതിന് മുന്നേ എനിക്കിതാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും അവൾക്കും കൂടി സുഖമായല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വീടൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ അകമൊന്ന് അടിച്ചോരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മുറ്റം അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം തുണികൾ എനിക്കൊന്ന് അലക്കാനുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എൻ്റെ മകളുടെ വോയിസാണ് കേട്ടോ. ആൾ കളിക്കുകയാണെന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. പിന്നെ ഞാൻ വന്ന് തുടയ്ക്കാൻ നിന്നപ്പോഴത്തേക്കാണ് നമ്മുടെ വാവ നീക്കുന്നത്. അവൾ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് വാശിയായി, പിന്നെ കളിയായി. പിന്നെ ആളുടെ ഒപ്പം എപ്പോഴും നമ്മളൊരാൾ വേണം കേട്ടോ. ഞാൻ പിന്നെ അവളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള തുടച്ചെടുത്തത്. അതിന് ശേഷം അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനും വാവയും കുളിച്ചു. അതിന് ശേഷം ഞങ്ങളൊന്ന് ഒരുങ്ങി കേട്ടോ. ഞാൻ എന്നും ഒരുങ്ങാനായി ശ്രമിക്കാറുണ്ട്. കാരണം അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഫ്രഷ് ആയുള്ള ഫീൽ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡായുള്ളൊരു ഫീലാണ് നമ്മളെ തന്നെ കാണുമ്പോൾ തോന്നാറുള്ളത്. പിന്നെ പെൺകുട്ടികളാണല്ലോ, അപ്പം നമുക്ക് ഒരുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. പിന്നെ അവളുടെ കളിയാണ് കേട്ടോ. പിന്നെ ഫുൾ ടൈം അവളുടെ കളിയായിരിക്കും. എന്തായാലും സോറി ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. പിന്നെ ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചുള്ളത് നോക്കാം. ഇന്ന് അമ്മ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നിയാണ്, രാവിലെ ഇഡ്ഡലിക്കാണ് ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ള കയ്പ്പയ്ക്ക മസാലക്കറിയാണ് കേട്ടോ ഉച്ചത്തേക്കുള്ള കറിയായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെജ് അച്ചാറാണ്. ഇതിൽ മാങ്ങ, കയ്പ്പയ്ക്ക, ക്യാരറ്റ് ഈ 3 ഐറ്റംസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ഏറ്റവും റിസ്ക്കുള്ള ടാസ്ക് ഇതാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ, നമ്മുടെ തിരുമ്പിക്കഴിഞ്ഞ് അലക്കിയിട്ട തുണികളെല്ലാം ഇടാനായിട്ടൊരു കസേര. ഇന്ന് എൻ്റെ വീട്ടിലതൊരു കട്ടിലാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് നമുക്ക് മടക്കി വൃത്തിയാക്കാം. നമ്മുടെ ഉണ്ണി എന്തായാലും ഇപ്പോൾ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം വൃത്തിയാക്കാം. നമ്മുടെ വാവ എണീക്കുന്നതിന് മുന്നേ മടക്കി കഴിയണം എന്നുള്ള ധൃതിയിലാണ് കേട്ടോ ഞാൻ വേഗം എല്ലാം മടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാം മടക്കി സെറ്റ് ചെയ്ത് കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് വേണ്ട പാലെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അതിന് ശേഷം അവളിന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം പിന്നെ അവൾ കളിക്കാതിരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിലത്തെ എല്ലാം മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സെക്ഷൻ മാത്രമേ എനിക്ക് എടുത്തേക്കാൻ ബാക്കിയുള്ളൂ. അമ്മേൻ്റെ സാരീസാണ് കേട്ടോ, അത് മാത്രമേ എടുത്തേക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. വാവ നല്ല കളിയാണ് കേട്ടോ. അവളുടെ ഹെയർ വെട്ടാനായി, പക്ഷേ എന്തായാലും അവളുടെ അച്ഛൻ വന്നതിന് ശേഷം നമ്മൾ വെട്ടുന്നുള്ളൂ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ ഷോർട്ട് ടൈം ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു മോഡലിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അതിന് ചെയ്യണം. എന്തായാലും ആൾ നല്ല കളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചില്ലെങ്കിൽ ആൾക്ക് നിലത്തിറങ്ങി കളിക്കേണ്ടതല്ലേ. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടേ നമ്മൾ ഇറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങയില ഞാൻ ഒന്നുകൂടി വെയിൽ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വൈകുന്നേരത്തേക്ക് എടുത്തപ്പോഴത്തേനും നല്ല പൊടിയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ഞാൻ മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതൊരു ജാറ് നമുക്ക് സൂക്ഷിക്കാം. അതിന് ശേഷം ഞങ്ങൾ വൈകിട്ടൊന്ന് പുറത്ത് പോയി. ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.